മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ബീഹാറിൽ മാധ്യമപ്രവർത്തകന് വെടിയേറ്റു. ഹിന്ദി ദിനപത്രത്തിലെ മാധ്യമപ്രവർത്തകൻ രമേഷ് കുമാറിനാണ് വെടിയേറ്റത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വെടിവെച്ചത്. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, ആരാണ് ഈ അക്രമി സംഘം? എന്തായിരുന്നു ആക്രമണത്തിന് കാരണം? എന്തെങ്കിലും സൂചനയുണ്ടോ? ആര്യ, ബീഹാറിലെ സിവാനിക്കിടയിൽ ഇന്നലെ രാത്രി 10:30 സംഭവം ഉണ്ടായത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് രമേഷ് കുമാർ എന്ന ഹിന്ദുസ്ഥാൻ ടൈംസിലെ ബ്ലോക്ക് മാധ്യമപ്രവർത്തകനെ ഈ ആക്രമണത്തിന് ഇരയാക്കിയത്. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമുണ്ടോ എന്ന അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. വയറ്റിലേക്കായിരുന്നു വെടിയുണ്ട തുളച്ചു കയറിയത്. ഉടൻ തന്നെ സിവാനിലെ ഒരു ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി പരിക്ക് ഗുരുതരമായതോടുകൂടിയാണ് ബീഹാർ പട്ന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പോലീസ് ആശുപത്രിയിലെത്തിയപ്പോൾ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പക്രൂച്ചിയിൽ ഒരു കൂട്ടക്കൊല നടന്നിരുന്നുവെന്നും ആ കൂട്ടക്കൊലയിൽ ഒരു പ്രതിയുടെ പേര് പത്രത്തിൽ നിന്ന് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം തന്നെ സമീപിച്ചിരുന്നുവെന്നും അന്ന് മുതൽ തന്നെ ഭീഷണി ഉണ്ടായിരുന്നതായിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ രമേഷ് കുമാർ പോലീസിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്കാണ് നിലവിൽ കടന്നിട്ടുള്ളത്. മറ്റ് CCTV ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ കടന്നുപോയ വഴിയുടെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് കൂടി ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു രമേഷ് കുമാറിന് ഇത്തരത്തിലേക്ക് വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആര്യ, ഓക്കെ അഭിനന്ദ്, നൽകിയ ഒരു വാർത്തയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയായത് എന്നാണ് മനസ്സിലാകുന്നത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.